أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشاها സൂറത്തു ഷംസ് ആയത്ത് നമ്പർ 5. അർത്ഥം: രാവിനെ കൊണ്ടും അത് അതിനെ മൂടുമ്പോൾ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ 4-ാമത്തെ ഭാഗമാണ് ഇന്ന് കേൾപ്പിക്കാൻ പോകുന്നത്. സൂറത്തു ഷംസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ വിഷയത്തിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ദർസുകളിൽ പറയുകയുണ്ടായത്. വശംസി വദ്ദുഹാഹ വൽ ഖമരി ഇദാ തലാഹ എന്ന ഈ 2 ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദർസുകളിൽ വിവരിക്കുകയുണ്ടായി. അതിനുശേഷം വന്നഹാരി ഇദാ ജല്ലാഹ എന്ന ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നമ്മുടെ ഈ സൂര്യന് സ്വന്തമായി ഒരു പ്രകാശമുണ്ടെന്ന് മാത്രമല്ല, മറിച്ച് ലോകവും അതിൽ നിന്ന് പ്രകാശം എടുക്കുന്ന ഒരു കാലം വരുമെന്ന് പറയുന്നു. ഈ സ്ഥലത്ത് നഹാർ എന്നതുകൊണ്ട് പ്രവാചകൻ്റെ കാലത്തെയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് സൂര്യൻ ഉണ്ടാകാതെ പിന്നീടുള്ള കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ നഹാർ, അതായത് പകൽ, സൂര്യൻ്റെ വെളിച്ചത്തെ ജനങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവരും. ഈ ആയത്തിൽ അല്ലാഹു തആല ഭൗതിക സൂര്യനും ആത്മീയ സൂര്യനും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിച്ചിരിക്കുന്നു. ഭൗതിക സൂര്യൻ ഉള്ളിടത്തോളം പകൽ നിലനിൽക്കുന്നു. അത് കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ രാത്രിയാകുന്നു. എന്നാൽ ആത്മീയ സൂര്യൻ്റെ പ്രകാശം അത് അപ്രത്യക്ഷമായതിനു ശേഷം വർദ്ധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആത്മീയ ദിനം അതിൻ്റെ പാരമ്യത്തിലെത്തുന്നു. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം എങ്ങനെയാണ് ഖുർആനും ഹദീസുകളും ലോകത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കിയത് എന്ന്. ആത്മീയ സൂര്യൻ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷമാണ് അതിൻ്റെ വെളിച്ചം പൂർണ്ണമായത്. ആത്മീയ സൂര്യനും ഭൗതിക സൂര്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണിത്. ഭൗതിക സൂര്യൻ ഉദിക്കുമ്പോൾ ആളുകൾ സന്തോഷിക്കുന്നു. എന്നാൽ ആത്മീയ സൂര്യൻ ഉദിക്കുമ്പോൾ ആളുകൾ എതിർപ്പിൻ്റെ കൊടുങ്കാറ്റ് ഉയർത്തുന്നു. അദ്ദേഹത്തിനു നൽകാത്ത അധിക്ഷേപമില്ല, അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളില്ല. ഈ സൂര്യൻ്റെ പ്രകാശം ലോകത്ത് വ്യാപിക്കാതിരിക്കാൻ അവർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. എന്നാൽ ആ സൂര്യൻ ലോകത്തിൻ്റെ ഭൗതിക കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അതിൻ്റെ പ്രകാശം വർദ്ധിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന് ആളുകൾ അപ്പോൾ പറയാൻ തുടങ്ങുന്നു. ഞങ്ങളും അദ്ദേഹത്തെ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നു. ഈ ഒരു പ്രഭാവമാണ് ഒരിക്കൽ ഹസ്രത്ത് ഐഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ വല്ലാതെ കരയിപ്പിച്ചത്. വളരെ മൃദുലമായിട്ടുള്ള റൊട്ടിയുടെ ഒരു കഷ്ണം പോലും വിഴുങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. കിസ്രയെ മുസ്ലിങ്ങൾ തോൽപ്പിക്കുകയും അങ്ങനെ മുസ്ലിങ്ങളുടെ കൈകളിൽ മാല ഗനീമത്തെത്തുകയും ചെയ്തപ്പോൾ അതിൽ ഒരു ഗോതമ്പ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനുമുണ്ടായിരുന്നു. മദീനയിൽ ആ മെഷീനുകൾ എത്തുകയും അത് ഉപയോഗിച്ച് ഒരു കഷ്ണം മാവ് തയ്യാറാക്കുകയും ചെയ്തപ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആദ്യത്തെ മാവ് ഹസ്രത്ത് ഐഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നൽകാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അവർ തന്നെ ആദ്യം അത് കഴിക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ ചൂടുള്ളതും മൃദുവായതുമായ മാവ് കഷ്ണങ്ങൾ തയ്യാറാക്കി അവരുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ സർവശക്തനായ അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ഒരു കഷ്ണം വായിൽ വെച്ചു. പക്ഷേ ആ കഷ്ണം വായിൽ വെച്ചതും കണ്ണിൽ നിന്നു കണ്ണുനീർ വീഴാൻ തുടങ്ങി. അവരുടെ അടുത്തുണ്ടായിരുന്ന മറ്റു സ്ത്രീകൾ അത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഒരു സ്ത്രീ ചോദിക്കുകയുണ്ടായി, എന്തുപറ്റി? ഇത്രയും മൃദുലമായ റൊട്ടി തൊണ്ടയിൽ കുടുങ്ങിയോ? അവർ അതിന് ഉത്തരം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ റൊട്ടി എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയത് അതിൻ്റെ വരൾച്ച കൊണ്ടല്ലെന്നും മൃദുത്വം കൊണ്ടാണെന്നും അവർ മറുപടി നൽകി. പറയുകയുണ്ടായി, ദുഃഖകരമായ സംഭവങ്ങൾ എന്നെ ദുഃഖിപ്പിച്ചിട്ടില്ല, എന്നാൽ സന്തോഷകരമായ മണിക്കൂറുകൾ എന്നെ വിഷാദത്തിലാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിൽ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ അനുഗ്രഹങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു വെച്ചാൽ, നാളുകൾ കുറേ വീട്ടിൽ അടുപ്പ് കൂട്ടാതെ പോയി. ഇനി അഥവാ റൊട്ടി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ ധാന്യം സ്വന്തമായി പൊടിച്ച് പിന്നീട് അതിൻ്റെ തൊണ്ട് ഊതിക്കളഞ്ഞ് റൊട്ടി ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നു, നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാക്കി തന്ന വ്യക്തി ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലല്ലോ എന്ന്. എന്നാൽ ഈ നേട്ടങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഞങ്ങൾ ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നു. ഈ ഒരു ചിന്തയാണ് എന്നെ ഞെരുക്കിയതും മൃദുവായ ഒരു മാവ് പോലും തൊണ്ടയിൽ കുടുങ്ങിയതും. ഇതാണ് ആത്മീയ ലോകത്തിലെ നിയമം. അതിനാൽ അത്യുന്നതനായ അള്ളാഹു പറയുന്നു, വന്നഹാരി ഇദാ ജല്ലാഹ, സൂര്യനെ വെളിപ്പെടുത്തുന്ന ദിവസത്തെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. സൂര്യൻ നിങ്ങളുടെ മുന്നിൽ വരില്ല,
പക്ഷേ സൂര്യൻ ഉദിച്ചു എന്നതിൻ്റെ തെളിവായിരിക്കും ആ ദിവസം. നോക്കുക എങ്ങനെയാണ് ഹസരത്ത് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യം ലോകത്തിന് മുമ്പാകെ വെളിപ്പെട്ടതും ലോക ഹൃദയങ്ങളിൽ ഇസ്ലാമിൻ്റെ വേര് സ്ഥാപിതമാവുകയും ചെയ്തതെന്ന്. ഈ ഒരു കാര്യം തന്നെയാണ് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അൽ വസിയത്ത് എന്ന ഗ്രന്ഥത്തിൽ അങ്ങയുടെ വഫാത്തിൻ്റെ വാർത്ത അറിയിച്ചുകൊണ്ട് ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞത്. പറയുകയുണ്ടായി, ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങൾ കാരണം നിങ്ങൾ ഖണ്ഡിതരും മനക്ലേശമുള്ളവരുമാകരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവ്യശക്തി പ്രഭാവം ദർശിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. അതിൻ്റെ ആഗമനം നിങ്ങൾക്ക് ഗുണകരമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിൻ്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. ഞാൻ പോകാത്തിടത്തോളം രണ്ടാമത്തെ ദിവ്യശക്തി വരാൻ സാധ്യമല്ല. ഞാൻ പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തിയെ അയക്കും. ബറാഹീനെ അഹമ്മദിയയിലെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമനുസരിച്ച് അത് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം എന്നെക്കുറിച്ചുള്ളതല്ല, മറിച്ച് അത് നിങ്ങളെപ്പറ്റിയുള്ളതാകുന്നു. അള്ളാഹു പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യദിനം വരെ ഞാൻ വിജയം നൽകുന്നതാണ്. അതിനാൽ എൻ്റെ വേർപാടിൻ്റെ ദിനം നിങ്ങളിൽ പ്രകടമാകേണ്ടതും അനന്തരം ശാശ്വത വാഗ്ദാനത്തിൻ്റെ ദിനം വെളിപ്പെടേണ്ടതും നിർബന്ധമാകുന്നു. ഇതിനുശേഷം അള്ളാഹു പറയുകയാണ്, വല്ലൈലി ഇദാ യഗ്ഷാഹ, നിൻ്റെ ഉമ്മത്തിന് ഇനിയൊരു കാലഘട്ടം വരും, അന്ന് അവർ സൂര്യനിൽ നിന്ന് തൻ്റെ മുഖം തിരിക്കുകയും അങ്ങനെ പകലിനു പകരം രാത്രിയുടെ കാലഘട്ടം വരികയും ചെയ്യും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് പകരം അവർ ആ സ്ഥാനം മറന്ന് കൽപ്പനകൾ മറന്ന് ധിക്കാരത്തിൽ ഏർപ്പെടുകയും ദുഷിച്ച വഴികൾ സ്വീകരിക്കുകയും ചെയ്യും. അന്ന് അല്ലാഹു തആല അവരോട് പറയും, നിങ്ങൾ എന്നെ മറന്നാലും എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നിൽ നിന്ന് പിണങ്ങിപ്പോയാലും എനിക്ക് നിങ്ങളെ വിട്ടുപോകാനാവില്ല. അതിനാൽ രാത്രി അവരെ മൂടുകയും ലോകം ഒരു സൂര്യനെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അല്ലാഹു സൂര്യൻ്റെ സ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു ചന്ദ്രനെ ഉദിപ്പിക്കുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുകയും ലോകമെമ്പാടും ആ പ്രകാശത്തെ പരത്തുകയും ചെയ്യും. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.